ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധരിൽ വിശുദ്ധനും വിജ്ഞാനികളിൽ വിജ്ഞാനിയുമായ സെയിൻറ്റ് അഗസ്റ്റ്യൻ്റെ കൺഫെഷൻസ് എന്ന വിശ്വപ്രസിദ്ധമായ ആത്മകഥയിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ അധ്യായമാണ് ജ്ഞാനോദയം എന്ന ലെസൺ. അത് 8ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിലെ കുറിച്ചുള്ള വിചിന്തനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ 2 വീഡിയോസായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1ാമത്തെ വീഡിയോയിൽ മനിക്കേയൻ പാഷാണ്ഡതയെ ഹൃദയത്തിലേറ്റി നിരവധി ലോകജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞ് അഗാധ പാണ്ഡിത്യത്തിൽ വിരാജിച്ചിരുന്ന സെയിൻറ്റ് അഗസ്റ്റിൻ എങ്ങനെയാണ് ക്രിസ്തുവിലേക്കൊരു ഹൃദയ പരിവർത്തനം സംഭവിച്ചത് എന്നതാണ് 1ാമത്തെ വീഡിയോയിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. 2ാമത്തെ വീഡിയോയിൽ ഈ ഹൃദയ പരിവർത്തനം അദ്ദേഹത്തിനെ ആഴമായ അനുതാപത്തിലേക്കും അതുവഴി ഒരു ആഴമായ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് 2ാമത്തെ വീഡിയോയിൽ വിചിന്തനം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിക്കാം. സെയിൻറ്റ് അഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആഫ്രിക്കൻ വംശജനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും അക്കാലത്ത് ഫേമസ് ആയിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച് അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം നേടിയിരുന്നു. പല പല സിദ്ധാന്തങ്ങളും തത്വചിന്തകളും ഇദ്ദേഹത്തിനെ പല ആന്തരിക സംഘടനകൾക്കും ഇടയാക്കി. സത്യം എവിടെയാണ്? അപ്പോൾ ഈ സത്യ അന്വേഷണവും ദൈവ അന്വേഷണവുമാണ് ആത്യന്തികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഹൃദയവും ആത്മാവും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ വിഭവ സമൃദ്ധങ്ങളുടെ ഇടയിൽ തൻ്റെ യഥാർത്ഥമായ അഭിനിവേശം അല്ലെങ്കിൽ തൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള ആ അന്വേഷണമാണ് തൻ്റെ അഭിനിവേശം എന്ന് തിരിച്ചറിയുവാൻ ഇദ്ദേഹത്തിന് കഴിയാതെ പോവുകയും ഇദ്ദേഹം ആകെ വിഷണനായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും പ്രസംഗകല പഠിപ്പിക്കാനായിട്ട് റോമിലേക്ക് വരികയാണ്. റോമിലായിരിക്കുമ്പോൾ അവിടുത്തെ മിലാൻ എന്ന പട്ടണത്തിൽ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസിൻ്റെ ഏതാനും പ്രഭാഷണങ്ങൾ ഇദ്ദേഹം കേൾക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ക്രിസ്തുവിനോട് താല്പര്യമുണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴമായ ആന്തരിക സംഘടനകൾ നടക്കുകയാണ്. ക്രിസ്തു മതത്തിൻ്റെ തത്വങ്ങളാണോ മനിക്കേയൻ തത്വങ്ങളാണോ കൂടുതൽ സ്വീകാര്യം, കൂടുതൽ സത്യം അതിലാണോ, എങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ അദ്ദേഹം നിരന്തരം ചിന്താനിമഗ്നനായിരുന്നു. മനിക്കേയരുടെ ഗുരുവായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ആശയവിനിമയം നടത്തിയെങ്കിലും ഇദ്ദേഹത്തിന് സത്യം അതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ മനിക്കേയൻ സിദ്ധാന്തത്തിനോട് ഇദ്ദേഹത്തിന് ഒരു താല്പര്യക്കുറവ് തോന്നുകയും ക്രൈസ്തവ തത്വങ്ങളോട് ഇദ്ദേഹത്തിന് ആകർഷണം തോന്നുകയും ചെയ്ത കാലഘട്ടമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണപ്പെടുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത് മനോഹരമായ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. എൻ്റെ ദൈവമേ, എൻ്റെ മേൽ നീ വർഷിച്ച അനുഗ്രഹങ്ങൾ ഞാൻ കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യട്ടെ. എൻ്റെ അസ്ഥികൾ നിന്റെ സ്നേഹാമൃതത്താൽ ആർദ്രമാകട്ടെ. പ്രഭോ, നിനക്ക് തുല്യനായി ആരുണ്ട്? എൻ്റെ വിലങ്ങുകൾ നീ തകർത്തു. നിനക്ക് ഞാൻ കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഇത്രയും മനോഹരമായ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ റോമിലുണ്ടായിരുന്ന ഒരു അഗാധ പണ്ഡിതനും ആത്മീയ ആചാര്യനും ഒരു മെത്രാനുമായിരുന്ന വൃദ്ധനായ സിംപ്ലിഷ്യാനസിനെ വിശുദ്ധ അഗസ്റ്റ്യൻ സന്ദർശിക്കുകയാണ്. തൻ്റെ വഴി ഏതെന്ന് തിരിച്ചറിയുവാനും തൻ്റെ അധമമായ ജീവിതത്തെ ഒന്നും മറച്ചു വയ്ക്കാതെ അനാവരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സിംപ്ലിഷ്യാനസ് എന്ന ആ ആത്മീയ ആചാര്യൻ്റെ അടുത്ത് ഇദ്ദേഹം എത്തുകയും തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്യുന്നു. വിക്ടറീനസ് എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം പ്രാകൃത ദൈവങ്ങളെക്കുറിച്ചും വളരെ അന്ധവിശ്വാസങ്ങളും റോമൻ ജനതയെ പഠിപ്പിച്ചിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഈ സിംപ്ലിഷ്യാനസ് ഈ സെയിൻറ്റ് അഗസ്റ്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ പ്രാകൃത ദൈവങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചിരുന്ന അദ്ദേഹം എങ്ങനെയാണ് ക്രൈസ്തവനായിട്ടാണ് അദ്ദേഹം മരിച്ചത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തു ചെന്നത് എന്ന് അദ്ദേഹം ഈ സെയിൻറ്റ് അഗസ്റ്റിന് വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം അതിലൂടെ അദ്ദേഹം സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഹൃദയത്തിലേക്കും ക്രിസ്തു മതത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുകയായിരുന്നു. അദ്ദേഹം ഈ കഥ പറഞ്ഞതിൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. അപ്പോൾ ആ വിക്ടറീനീസിനെ പറ്റി സിംപ്ലിഷ്യാനസ് പറഞ്ഞ ഒരു ചെറിയ കാര്യം പോലും ഞാൻ ഒഴിവാക്കുന്നില്ല എന്നാണ് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ കൃപാവരത്തെ അത്യന്തം പ്രഘോഷിക്കുന്ന കീർത്തന തല്ലജമായിരുന്നു ഈ വിക്ടറീനസിൻ്റെ കഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിക്ടറീനസിൻ്റെ
ഒരു വലിയ പ്രതിമ റോമാ സാമ്രാജ്യത്തിൻ്റെ മധ്യത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം അത്ര വലിയ പണ്ഡിതനും ജനങ്ങളെല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്നവനുമായിരുന്നു വിക്ടറീനസ്. ഈ വിക്ടറീനസും സിംപ്ലിഷ്യാനസും വളരെ അടുത്ത പരിചയമുള്ളവരായിരുന്നു. അവർ സ്ഥിരം കാണുന്ന ആൾക്കാരായിരുന്നു. വിക്ടറീനസ് ഇതുപോലെയുള്ള അന്ധവിശ്വാസ പടലങ്ങൾ ഹൃദയത്തിൽ ഏറ്റിയിരുന്നുവെങ്കിലും ഇദ്ദേഹം സമയം കിട്ടുമ്പോഴെല്ലാം ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ വായിച്ചിരുന്നു. ഒരിക്കൽ സിംപ്ലിഷ്യാനസും വിക്ടറീനസും കൂടി സംസാരത്തിൽ ഏർപ്പെട്ടപ്പോൾ വിക്ടറീനസ് പറയുകയാണ്, ഞാനൊരു ക്രൈസ്തവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന്. അപ്പം സിംപ്ലിഷ്യാനസ് ചോദിച്ചു, നിങ്ങളെ ക്രൈസ്തവ ദേവാലയത്തിലൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞാനിത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വിക്ടറീനസ് ചോദിക്കുകയാണ്, പള്ളി മതിലുകളാണോ ഒരുവനെ ക്രൈസ്തവനാക്കുന്നത്? സിംപ്ലിഷ്യാനസ് പറഞ്ഞു, നിങ്ങളെ പള്ളിയുടെ അകത്ത് കാണുന്നത് വരെ ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ പറയുന്നത്. ഇവർ കാണുമ്പോഴെല്ലാം ഈ രണ്ട് ആശയങ്ങൾ പരസ്പരം കൈമാറുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം നിരന്തരമായിട്ട് ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ആഴമായ പരിചിന്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് ക്രിസ്തുവിനോട് അഗാധമായ സ്നേഹം തോന്നുകയും ക്രിസ്തു മതം സ്വീകരിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേർന്നിരുന്നു. ആ പ്രകാശത്തിൽ അദ്ദേഹം മനസ്സിലാക്കി, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയുമെന്ന ക്രിസ്തുവിൻ്റെ വചനം അദ്ദേഹത്തിനെ വളരെയധികം സ്പർശിക്കുകയും ആദ്യം അദ്ദേഹം ലജ്ജിച്ചിരുന്നു. ഞാൻ ക്രിസ്തുമതം പഠിക്കുന്നു, എനിക്ക് ക്രിസ്തുമതം അറിയാമെന്ന് മറ്റ് ജനങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ അദ്ദേഹം വളരെയധികം ലജ്ജിച്ചിരുന്നു. പക്ഷേ ഈ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ നിശ്ചയമായിട്ടും ക്രിസ്തുമതം സ്വീകരിക്കും. അപ്പോൾ അന്നത്തെ ഒരു രീതി അനുസരിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുന്നതിന് സ്നാപനാർത്ഥിയായിട്ട് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തതിന് ശേഷം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു വലിയ പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വിശ്വാസ പ്രഖ്യാപനം സമസ്ത വിശ്വാസികളുടെയും മുമ്പിൽ വെച്ചിട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തണം. അപ്പോൾ ഈ സിംപ്ലിഷ്യാനസ് ഇങ്ങനെ സ്നാപനാർത്ഥിയായിട്ട് പേര് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ റോമൻ ജനത ഒന്നാകെ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. കുറേ പേര് കോപാകുലരായി പല്ല് കടിക്കുകയൊക്കെ ചെയ്തു. ക്രൈസ്തവ പുരോഹിതന്മാർ കുറേ പേര് പറഞ്ഞു, ഇനിയിപ്പം പബ്ലിക്കായിട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്താൻ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ലജ്ജയുണ്ടോ, അതുകൊണ്ട് പബ്ലിക്കായിട്ട് ചെയ്യണമെന്നില്ല ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ അന്ധവിശ്വാസങ്ങളെല്ലാം ഞാൻ ഇത്ര പബ്ലിക്കായിട്ട് ഇത്രയും ജനത്തിനെ പഠിപ്പിച്ചെങ്കിൽ ഈ രക്ഷാകരമായ ക്രിസ്തുവിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഞാൻ സമസ്ത ജനങ്ങളുടെയും മുമ്പിൽ ചെയ്യുമെന്ന് അദ്ദേഹം ഏറ്റുപറയുകയും അങ്ങനെ അദ്ദേഹം വലിയൊരു ജനസമക്ഷത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും റോമൻ ജനത മുഴുവനും വിശ്വാസികളെല്ലാവരും വിക്ടറീനസ് വിക്ടറീനസ് എന്നിങ്ങനെ ഒത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കുകയും ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് ഒരു ഭയങ്കര ആത്മീയമായിട്ട് നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിച്ചു മരിച്ചു. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അത് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ആഴമായ അനുതാപമുണ്ടാവുകയും അദ്ദേഹം വളരെയധികം ആത്മകഥ അനുഭവിക്കുകയും ചെയ്തു. തനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദൈവവിളി ഉണ്ടാകാത്തതെന്ന് അദ്ദേഹം തൻ്റെ ഉള്ളിൽ വളരെ ആഴമായ സംഘടനകൾ നടക്കുവാനും വളരെയധികം പരിചിന്തനങ്ങൾ ചെയ്യുവാനും കാരണമായി. അങ്ങനെ ഇദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിൽ ആന്തരിക സംഘർഷത്തിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ദിവസം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അലീപ്പിയസും മാത്രമായിട്ട് അവരുടെ ഭവനത്തിലുണ്ടായിരുന്ന സമയത്ത് അവരുടെ ഭവനത്തിൽ ഒരു സന്ദർശകൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോണ്ടിഷ്യാനസ് എന്നാണ്. അദ്ദേഹം ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വന്ന് ഇവരുമായിട്ട് സംസാരിക്കണതിനിടയിൽ ഇവരുടെ മേശയുടെ മുകളിൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ കിടക്കുന്നത് കാണുകയും അപ്പോൾ ഒരു കൗതുകത്തിനായിട്ട് ചോദിച്ചു, പൗലോസ്ലീഹായുടെ ലേഖനങ്ങളൊക്കെ വായിക്കുവാറുണ്ടോ? അപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് ആഴമായി പരിചിന്തനം ചെയ്ത് ആഴമായി വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈജിപ്തിലെ താപസ ശ്രേഷ്ഠനായ ആൻ്റണിയുടെ ജീവിതത്തെക്കുറിച്ച് ഈ പോണ്ടിഷ്യാനസ് സെയിൻറ്റ് അഗസ്റ്റിനും അലീപ്പിയസിനും വിവരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം കൂടി നമുക്ക് ഈ ഹൃദയപരിവർത്തനത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അവർ പറയുകയാണ്, ഇവർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ 4 പേര് കൂടി ഈ മിലാൻ പട്ടണത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തൂടെ ഇങ്ങനെ നടക്കാനിറങ്ങി. അപ്പോൾ അവിടെ ആഴമായ
താപസ്യ ജീവിതം നയിക്കുന്ന ഒരു ആശ്രമവാസികളുള്ള ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ഇവരിൽ 2 പേര് ഈ ആശ്രമം വിസിറ്റ് ചെയ്യുകയും അവിടെ താപസന്മാരുടെ ശ്രേഷ്ഠനായ ആന്റണിയുടെ ആത്മകഥ കാണുകയും അത് വായിക്കുകയും തൽക്ഷണം തന്നെ ഇവരിൽ 2 പേര് ഹൃദയപരിവർത്തനം ഉണ്ടായി ലൗകിക ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങളും താപസ്യരായിട്ട് കൂടുകയാണെന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഇവിടെ വിസിറ്ററായിട്ട് വന്ന പോണ്ടിഷ്യാനസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഇവരെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങൾ ഇനി ചക്രവർത്തിയുടെ കൊട്ടാരത്തിലൊന്നും ജോലിക്കില്ല, ഞങ്ങൾ ഇവിടെ താപസ ജീവിതം നയിച്ച് തുടരാൻ പോവുകയാണ്. ഇത് കേട്ട് ഇവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ ജീവിതത്തിലെ കുറേ ഉത്തരവാദിത്തങ്ങൾ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഈ കഥ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ 2 കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ഗ്രസിക്കുകയും ആത്മാവിനെ വളരെയധികം പീഡിപ്പിക്കുകയും ആത്മവ്യഥയിലായ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം ചൊരിയപ്പെടുകയും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെയധികം ആന്തരിക സംഘടനകൾ, എനിക്ക് എത്രയും വേഗം ദൈവത്തെ കണ്ടെത്തണം, എനിക്ക് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും രുചിച്ചറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ഈ 2 സംഭവങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇത് 2ഉം ദൈവം തന്നെയാണ് എന്നോട് അരുളി ചെയ്തത്. അത് എന്നെ തന്നെ എൻ്റെ കൺമുന്നിലേക്ക് നീക്കി നിർത്തുകയായിരുന്നു. അങ്ങനെ എന്നെ ഞാൻ ഏറ്റവും മോശപ്പെട്ട എന്നെ ഞാൻ കാണുകയായിരുന്നു. അത് ഒരു ആഴമായ ആത്മശോധനയിലേക്ക് എന്നെ നയിക്കുകയും ദൈവവും എൻ്റെ ഹൃദയവും തമ്മിലുള്ള പരിശുദ്ധിയുടെ അന്തരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനെ വളരെയധികം വേദനിപ്പിച്ചു. അത് അദ്ദേഹത്തിനെ ആഴമായ അനുതാപത്തിലേക്കും ഹൃദയ പരിവർത്തനത്തിലേക്കും നയിക്കുന്നതാണ് പ്രമേയം. ഈ വീഡിയോയിൽ ഞാൻ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ഈ ആഴമായ അനുതാപവും ഹൃദയപരിവർത്തനവും നിമിത്തം അദ്ദേഹത്തിന് കിട്ടിയ ആഴമായൊരു ദൈവാനുഭവത്തെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.